ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് ഡിസ്ക് ആണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഒരു ന്യൂട്ടൺസ് ഡിസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ഒരു ചാർട്ട് പേപ്പർ പോലത്തെ ഒരു പേപ്പർ നമ്മുടെ ഇവിടെ എടുത്തിരിക്കുകയാണ്. അതിന് നമ്മൾ ആ ഒരു ബോക്സ് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ വലിയൊരു സെലോ ടേപ്പ് വെച്ച് നമുക്ക് സർക്കിൾ മാർക്ക് ചെയ്തെടുക്കാം. സർക്കിൾ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം സിസർ കൊണ്ട് നമുക്കതിനെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല പെർഫെക്ഷനിൽ തന്നെ നമ്മുടെ ഈ ഒരു സർക്കിൾ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ സെലോ ടേപ്പിൻ്റെ അതേ ഒരു അളവിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ഒരു സർക്കിളിനെ സ്കെയിൽ വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ നമുക്ക് കറക്റ്റ് ഹാഫ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഡയാമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് പകുതിയാക്കി കൊടുക്കണം. സോ നമ്മൾ ഇതേപോലെ 4 പ്രാവശ്യം നമ്മളിങ്ങനെ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. സോ കറക്റ്റ് സെൻറ്റർ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പ്രാവശ്യം ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ പേനയുടെ നിബ്ബ് കൊണ്ട് നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ കുറച്ച് സെഗ്മെൻ്റായിട്ട് നമ്മുടെ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ചെയ്യേണ്ട കളർ കൊടുക്കാം. സോ ക്രയോൺസ് ആണ് ഞാനിവിടെ കളർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിവിടെ റെയിൻബോ കളേഴ്സാണ് എടുക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മളിവിടെ വയലറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. സോ ഒരു സെഗ്മെൻറ്റ് മൊത്തം തന്നെ നമുക്ക് ഇതേപോലെ വയലറ്റ് കളർ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വയലറ്റ് കളർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇൻഡിഗോ കളർ കൊടുക്കണം. സോ കളർ നമ്മൾ എല്ലായിടവും തന്നെ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻഡിഗോ കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലൂ കളറാണ് ഇവിടെ കൊടുക്കുന്നത്. ബ്ലൂ കളറും നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് യെല്ലോ കളറാണ്. ഗ്രീൻ കളർ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യെല്ലോ കളർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന ഫോർമാറ്റിലാണ് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓറഞ്ചും റെഡും കൂടെ മാത്രമേ കളർ ചെയ്യാനായിട്ടുള്ളൂ. നമ്മളിവിടെ ലാസ്റ്റത്തെ ഓറഞ്ചും കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഫിനിഷിനായിട്ടുള്ള റെഡും കൂടെ നമ്മുടെ ഇവിടെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. സോ റെഡും കൂടെ കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ചാർട്ട് മൊത്തം തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഈ പേപ്പർ എടുത്തുകൊണ്ട് നമുക്ക് നല്ലോണം തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ മൊത്തം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു കളർഫുള്ളായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഡിസ്ക് നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ഡിസ്ക്കാണ് നമ്മൾ മോട്ടറിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 സോപ്പ് ബോക്സിൻ്റെ കവർ എടുക്കാവുന്നതാണ്. സോ ഇതേപോലെ തന്നെ 2 സ്ക്വയറിലുള്ള സോപ്പ് ബോക്സിൻ്റെ കവർ എടുത്താൽ നമുക്കൊരു ക്യൂബ് പോലെ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറെ ചാർട്ട് പേപ്പറിൽ തന്നെ ഒരു ക്യൂബ് ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു PVCയുടെ പൈപ്പ് ആവശ്യമാണ്. ഈ ഒരു PVCയുടെ പൈപ്പ് എടുത്തതിന് ശേഷം ആ ഒരു ക്യൂബിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഡംബിൾ ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ വേണം നമ്മളതിനെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ആ ഒരു രണ്ടാമത്തെ ആ ഒരു ക്യൂബും കൂടെ നമുക്ക് കറക്റ്റ് സെൻറ്റർ പൊസിഷനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഒട്ടിച്ചില്ലെങ്കിലും അതവിടെ ഇരുന്നോളും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. സോ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ ഒരു സോപ്പ് ബോക്സിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ്. കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ മോട്ടറിൽ 2 വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇതൊരു DC മോട്ടറാണ്. സോ DC മോട്ടറിൽ നമ്മളിവിടെ ക്ലിപ്പ് വയറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു DC മോട്ടർ നമ്മൾ PVC പൈപ്പിൻ്റെ ടോപ്പ് പോർഷനിലാണ് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു PVC പൈപ്പിൻ്റെ മേളിൽ നമ്മുടെ മോട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ വർക്ക് നോക്കാം. നമ്മുടെ ഇവിടെ ഒരു എവരിഡേയുടെ ഡ്യൂറസെൽ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു AAA ബാറ്ററിയിൽ നമ്മളൊരു ക്ലിപ്പ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മോട്ടറിലും ആ ഒരു ക്ലിപ്പ് വയറിൻ്റെ ഫീമെയിലും മെയിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് വർക്ക് ആവുന്നോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഞാനിത് അതിൻ്റെ 2 ഭാഗവും കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്യൂസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. സോ കണക്ട് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ മോട്ടർ കറങ്ങുന്നത് കാണുവാനായിട്ട് സാധിക്കും. സോ കണ്ടില്ല, നമ്മൾ മോട്ടർ നല്ലവണ്ണം തന്നെ കറങ്ങുന്നുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മോട്ടറിനെ ജസ്റ്റ് ഒന്ന്
ഗ്ലൂ ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു PVC പൈപ്പിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. PVC പൈപ്പിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആ ഒരു PVC പൈപ്പും ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മുടെ ക്യൂബ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മോട്ടർ നമ്മൾ അവിടെ മേൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ശേഷം നമ്മളിവിടെ ഒരു സ്വിച്ചും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഒരു റെഡ് സ്വിച്ചാണ് നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു റെഡ് സ്വിച്ചിൻ്റെ നമ്മൾ കണക്ഷൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ന്യൂട്ടൺസ് ഡിസ്ക് വർക്ക് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു മോട്ടറിൻ്റെ ഗിയർ എടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ മോട്ടറിൻ്റെ ഗിയർ. ഇതേപോലെ ചെറിയ ടോയ്സിലെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഒരു മോട്ടറിൻ്റെ ഗിയർ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഗിയറാണ് നമ്മളിതിൽ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ഗിയർ നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മുടെ ഈ ഒരു ഗിയറും കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡിസ്ക് എടുക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഡിസ്ക്. സോ ആ ഒരു ഡിസ്ക് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഗിയർ കണക്ട് ചെയ്യുന്നത്. സോ ഡിസ്കിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഡിസ്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗിയർ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഗിയർ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൂ ഒന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല. അത് അവിടെ ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും, കാരണം അത് കറക്റ്റ് അളവിലാണ് വരുന്നത്. ഗിയർ നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ മോട്ടറിൽ ആ ഒരു കണക്ഷൻ കൂടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്വിച്ചിലെ കണക്ഷനും കൂടെ കൊടുത്താൽ നമ്മുടെ ഈ ഒരു ന്യൂട്ടൺസ് ഡിസ്ക് വർക്ക് ആവുന്നതായിരിക്കും. സോ ആ ഒരു വർക്ക് ആവുന്നത് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നതായിരിക്കും. സോ നമുക്കിതെങ്ങനെ വർക്കാവുമെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് പ്രോസസ്സിലോട്ടാണ് കടക്കുന്നത്. സോ ഇവിടെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ലൈറ്റ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാവുന്നതാണ്. സോ ലൈറ്റ് എല്ലാം തന്നെ നമ്മുടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഇട്ട് കൊടുക്കാം. സ്വിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്ററി അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാകണ്ടില്ലേ, നല്ല സെറ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മെഷീൻ വർക്കാവുന്നതാണ്. സോ ഞാൻ സ്വിച്ചിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല. സോ നിങ്ങൾ വേണമെങ്കിൽ സ്വിച്ചിൽ കണക്ഷൻ കൊടുക്കാവുന്നതാണ്. സോ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടിയാണ് ഞാനിവിടെ സ്വിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമുക്ക് വേണമെങ്കിൽ സ്വിച്ചിൽ നിന്ന് 2 വയർ എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു റെഡ് വയർ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മുടെ ന്യൂട്ടൺസ് ഡിസ്ക് ഇവിടെ വർക്ക് ആവുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാ കളറും കൂടെ ജോയിൻ ആകുമ്പോൾ നമുക്ക് വൈറ്റ് കളർ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഞാൻ നിങ്ങൾ ഒന്നുകൂടെ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാവുന്നതാണ്. സോ നമ്മുടെ ന്യൂട്ടൺസ് ഡിസ്ക് വണ്ടർഫുൾ ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്.